ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. പോയിട്ട് എന്തായി മാധവേട്ട? എന്താകാനാ, കുറുപ്പ് അച്ഛനെ കടിച്ചു കയറാൻ വന്നു കാണും. അതാണ് അവിടെ എപ്പോഴും നടക്കുന്നത്. ഞാൻ മാധവേട്ടനോട് പറഞ്ഞതല്ലേ പോണ്ടാന്ന്. എന്തിനാ മാധവേട്ട എപ്പോഴും പോയി അപമാനം ഏറ്റുവാങ്ങുന്നത്? മോനെ, നിന്റെ നല്ല മനസ്സ് കാണാഞ്ഞിട്ടല്ല. ഇത് വേണ്ടിയിരുന്നില്ല. കുറുപ്പ് സാറിന്റെ പണമെടുത്ത് എന്റെ ഓട്ടോ, അത് പാടില്ലായിരുന്നു മോനെ. അച്ഛന്റെ അവസ്ഥ അറിഞ്ഞപ്പോ ജഗൻ. അറിയാം മോളെ, എന്റെ സ്വന്തം ആൺമക്കൾക്ക് തോന്നാത്തതാ ഈ നിൽക്കുന്ന ജഗന് തോന്നിയത്. ഇതുപോലൊരു മോനെ ഭർത്താവായിട്ട് കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം മോളെ. അത്ര നല്ല മനസ്സായതിന്. അച്ഛാ, ഞാൻ അച്ഛനെ വിളിച്ച അകത്തേക്ക് കയറ്റി അവഹേളിക്കാൻ നിർത്തി കൊടുത്തതാണോ നല്ല മനസ്സ്? കുറുപ്പ് സാറിന്റെ പണമെടുത്ത് എന്റെ ഓട്ടോ തിരികെ എടുത്ത് തന്നതാ മോനെ നീ ചെയ്ത തെറ്റ്. മകളെ കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് വിടുമ്പോ ആഭരണങ്ങളും പണവും കൊടുത്ത് വിടുന്നത് മറ്റൊന്നും കൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ പിന്നീട് അവളുടെ അച്ഛനും അമ്മയും ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു മതിപ്പൊക്കെ ഉണ്ടാവും. ധർമ്മക്കെട്ട് കെട്ടിക്കൊണ്ടുവന്ന മരുമോളുടെ അച്ഛന് ഇത്രയൊക്കെ മാന്യത കിട്ടൂ. അച്ഛാ, മോന്റെ കയ്യിൽ വരുമാനമൊന്നും ഇല്ലെന്ന് അറിയാവുന്ന ഞാൻ മോന്റെ സഹായം സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. അച്ഛാ, എന്റെ അച്ഛന്റെ പണമാ, എനിക്കും കൂടെ അവകാശപ്പെട്ട പണമാ. ആ പണം ഞാനൊരു കാര്യത്തിനെടുത്ത് ചെലവാക്കിയെന്ന് വെച്ച് അതത്ര തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു നല്ല കാര്യം ചെയ്തു എന്നുള്ള സംതൃപ്തി അല്ലാതെ ഈ നിമിഷം വരെ ഒരു കുറ്റബോധവും ഇല്ല എനിക്ക്. മോനെ, അച്ഛന്റെ പണം മോൻ അവകാശപ്പെട്ടതെന്ന് മോൻ വാദിക്കുന്ന പണം. ശരി, ആയിക്കോട്ടെ, അത് നിന്റെ ആവശ്യത്തിന് ചെലവാക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ ഭാര്യയുടെ അച്ഛൻ ഉണ്ടാക്കി വെച്ച കടം തീർക്കാൻ ഉപയോഗിച്ചാൽ അത് തെറ്റ് തന്നെയാ. ജിതേന്ദ്രൻ ചോദിച്ചതുപോലെ ഈ പണം എവിടുന്ന് കിട്ടിയെന്ന് ഞാൻ തിരക്കണമായിരുന്നു. സാരമില്ല മോനെ, ഈ പണം ഞാൻ തിരിച്ചു തരും. ഇതിനെ ചൊല്ലി എന്റെ ഈ മോൾക്ക് ഒരു വിഷമം ഉണ്ടാവരുത്. ഒരായുസ് മുഴുവൻ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ച് നിൽക്കുന്നവളാ എന്റെ മോള്. ഇവൾ ഈ വീട്ടിലൊരു ഭാരമായിട്ട് തോന്നുമെങ്കിൽ തിരികെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാ മതി. ഭാരമായാലും എനിക്ക് കിട്ടിയ എന്റെ പുണ്യമാ എന്റെ മോള്. മോളെ, കരയരുത്. ഇല്ല, ഞാൻ കരയില്ല. ഞാൻ പോട്ടെ. പിന്നെ രണ്ടാളും നേരത്തെ അങ്ങ് എത്തണം കേട്ടോ. ഒരു ഓട്ടക്കാലിനേക്ക് മകളെ കെട്ടിച്ചു കൊടുത്തതിൽ കുറ്റബോധമുണ്ടോ അച്ഛന്? ഇല്ല.
എന്റെ മോളെ കൊണ്ടുപോയത് ഒരു ഓട്ടക്കാലനയ്ക്ക് ഒപ്പമാണെങ്കിലല്ലേ എനിക്ക് സങ്കടം തോന്നേണ്ടതുള്ളൂ. നിന്റെ കഴുത്തിൽ താലി കെട്ടിയവൻ തങ്കമാ. പത്തരമാറ്റ തങ്കം. ശരി. അവിടെ നടന്നൊന്നും തൽക്കാലം ചന്ദ്രിക അറിയണ്ട. പാവം, അതാവും അവൾക്ക് അടുത്ത സങ്കടത്തിന് കാരണം. ജീവിതമാവുമ്പോ ചിലപ്പോഴൊക്കെ അഭിനയിക്കേണ്ടിയും വരും. ആഹാ, മാധവേട്ടൻ എത്തിയോ? പോയിട്ട് എന്തായി മാധവേട്ട? എന്താകാനാ, കുറുപ്പ് അച്ഛനെ കടിച്ചു കയറാൻ വന്നു കാണും. അതാണ് അവിടെ എപ്പോഴും നടക്കുന്നത്. ഞാൻ മാധവേട്ടനോട് പറഞ്ഞതല്ലേ പോണ്ടാന്ന്. എന്തിനാ മാധവേട്ട എപ്പോഴും പോയി അപമാനം ഏറ്റുവാങ്ങുന്നത്? മക്കൾക്ക് വേണ്ടിയാണെങ്കിലും കുടുംബത്തിന് വേണ്ടിയാണെങ്കിലും ഇനി അത് വേണ്ട മാധവേട്ട. അത് തന്നെ അച്ഛാ എനിക്കും പറയാനുള്ളത്. എന്നാ നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങള്.